വർദ്ധിച്ചു വന്നിരുന്ന ഒരു കാര്യമാണല്ലോ വൈകല്യനായിക്കൊണ്ടിരിക്കുന്ന വഴിപിയച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ സതുപദേശം നൽകി ഇലാഹി സ്മരണയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. അത്തരത്തിലോ ഇലാഹി അനുരാഗത്തിൽ ചാലിച്ചേരിയ ഹാജി അബ്ദുൾ റസാഖ് മസ്താന്റെ വിരുദ്ധത്തിൽ നിന്നും ഒരൽപ്പം നമുക്ക് കേട്ടു നോക്കാം. അഞ്ചില്ലമർന്നിടടാ അകം വെളിവാക്കിടടാ അഞ്ചില്ലമർന്നിടടാ അകം വെളിവാക്കിടടാ അഞ്ചില്ലമർന്നിടടാ അകം വെളിവാക്കിടടാ അറില്ലടങ്ങട അതിലാടട അത് നേടടാ അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളടാ അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളടാ അഞ്ചില്ലമർന്നിടടാ. ഹാജി തുടങ്ങുന്നത് അഞ്ചാകുന്ന ഇസ്ലാം കാര്യത്തിലാണെങ്കിൽ ആറാകുന്ന ഈമാൻ കാര്യത്തിലാവാണ്. അതിനുള്ള നിഗൂഢതകളൊക്കെയും നേടി പരമപൊരുളിന്റെ പരമാനത്തിൽ ലയിച്ച് ആനന്ദം കൊള്ളണം എന്നാണ്. കൊഞ്ചിടല്ല ഇന്ത ദുനിയാവിടും കൊഞ്ചിടല്ല കൊഞ്ചിടല്ല ഇന്ത ദുനിയാവിടും കോലം മാറിടുമുൻ ഓർത്തിടും ഹോളിടം കോലം മാറിടുമുൻ ഓർത്തിടും ഹോളിടം കൊതിയെന്നും കുൽഹുവയിലായിട് അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളടാ അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളടാ അഞ്ചില്ലമർന്നിടടാ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെക്കുന്നതായി കാണാം. ഈ ദുനിയാവ് എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജയിലറയാണ്, ഒരു അവിശ്വാസിയുടെ സ്വർഗമാണ്. ആയതുകൊണ്ട് അത്തരത്തിലുള്ള ഈ ദുനിയാവിൽ നീ കൊഞ്ചിടല്ല, മതിമറന്ന് ആർമാദിക്കല്ല. കാരണം ഈ ദുനിയാവ് ഒരിക്കലും ശാശ്വതമല്ല. നീയാകുന്ന കേവലം ഒരു മാംസപിണ്ഡം കോലം മാറി മയ്യത്തായി നിന്റെ നാഥനിലേക്ക് മടങ്ങുക തന്നെ ചെയ്യും. ഹാജി തുടരുകയാണ്. അലിഫിലാമി മത് മറക്കണ്ടടാ അലിഫിലാമി മത് മറക്കണ്ടടാ അതിലടങ്ങിയതും അറിந்து പാറിങ്കടാ അതിലടങ്ങിയതും അറിந்து പാറിങ്കടാ അറിവേകാൻ മുറബി കൂടടാ അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളടാ അഹദോനെ ആദരിച്ചാനന്ദം കൊള്ളടാ അഞ്ചില്ലമർന്നിടടാ. അഹദായ അലിഫായ അല്ലാഹുവിനെയും മീമായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നീ മറന്നു കളയല്ല. കാരണം ഈ ദുനിയാവ് പടക്കാൻ കാരണക്കാരനാണ് അഷ്റഫുൽ ഖൽഖായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്തിലുള്ള സർവ്വ ചരാചരങ്ങളെയും പടച്ചവനാണ്. ആയതുകൊണ്ട് നീ അവരെ മറന്നു കളയല്ല. നീ അവരെ നിന്റെ ജീവിതത്തിന്റെ ഓരോ ഭാഗത്തും നീ ഓർത്തുകൊണ്ടേ ഇരിക്കണം എന്നാണ് ഹാജി അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല അലിഫ് മീം എന്നീ രണ്ടക്ഷരങ്ങളിൽ ഈ ലോകമത്രയും ഈ ലോകത്തിലുള്ള സർവ്വ നിഗൂഢതകളെ അല്ലാഹു തആല ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹു തആലയെ മനസ്സിലാക്കാനും മുത്തായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയത്തിൽ അറിയാനും നീ ആത്മീയ ഗുരുക്കളെ സമീപിക്കുക. അല്ലാത്ത പക്ഷം ഇടയനില്ലാത്ത ആട്ടിപ്പറ്റത്തെ പോലെ നീ അലഞ്ഞ് തിരിഞ്ഞു നടക്കുമെന്നാണ് ഹാജി ഓർമ്മപ്പെടുത്തുന്നത്. സമാനമായ ഇലാഹി അനുരാഗത്തിൽ ചാലിച്ചേരിയ മറ്റൊരു വിരുദ്ധം കൂടി നമുക്ക് കേട്ടുനോക്കാം. അല്ലാഹ് ഒന്നാണെന്നോർത്ത് രസിക്കടാ അഹിലു ഹഖിൽ നീ ചേരാൻ സബബാണടാ അഹദിൽ ഈമാൻ ഉറപ്പിക്കാൻ വേണടാ അഹ്മദില്ലാത്ത ഹദിൽ നീ ചേരൂലടാ. അല്ലാഹ് ഒന്നാണെന്നോർത്ത് രസിക്കടാ അഹ്ലു ഹഖിൽ നീ ചേരാൻ സബബാണടാ
അഹിലു ഹക്കിൽ നീ ചേരാൻ സബബാണടാ അഹദിൽ ഈമാൻ ഉറപ്പിക്കാൻ വേണടാ അതിൽ നീ ചേരൂലടാ ഓർമ്മപ്പെടുത്തുന്നത് ഹാജി തുടരുകയാണ്. തന്നെ തിരിഞ്ഞാൽ തിരിഞ്ഞടാ തന്നെ തന്നെ തിരിയും പൂതി വേണ്ടടാ തന്നെ തിരിവാളർക്കായി കൊടുക്കടാ താഴ്മയില്ലെങ്കിൽ തെണ്ടും മൂറപ്പെടാ തന്നെ തിരിഞ്ഞാൽ തിരിഞ്ഞടാ തന്നെ തന്നെ തിരിയും പൂതി വേണ്ടടാ താഴ്മ തിരിവാളർക്കായി കൊടുക്കടാ താഴ്മയില്ലെങ്കിൽ തെണ്ടും മൂറപ്പെടാ തന്നെ തിരിഞ്ഞാൽ തിരിഞ്ഞടാ തന്നെ തന്നെ തിരിയും പൂതി വേണ്ടടാ തന്നെ തിരിവാളർക്കായി കൊടുക്കടാ താഴ്മയില്ലെങ്കിൽ തെണ്ടും മൂറപ്പെടാ തന്നെ തിരിഞ്ഞാൽ തിരിഞ്ഞടാ തന്നെ തന്നെ തിരിയും പൂതി വേണ്ടടാ തന്നെ തിരിവാളർക്കായി കൊടുക്കടാ മനസ്സിലാകും. എത്ര മനോഹരമാണ് ഈ വരികൾ. വാദ്യോപകരണങ്ങളുടെ അകമ്പടി സേവിക്കാതെ കച്ചവടവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന സൂഫിയാക്കളിൽ നിന്നും അതിന്റെ തനതായ ശൈലിയിൽ അവതരിപ്പിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥന കൂടി ചേർത്ത് വെച്ച് ഇവിടെ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.